ഹായ് ഗായ്സ്, അങ്ങനെ ഇന്ന് കാലത്ത് തന്നെ എണീച്ച് ഞാനും എൻ്റെ അളിയനും കൂടി ചിക്കൻ വാങ്ങാൻ പോകുന്ന പോക്കാണ് ഈ കാണുന്നത്. അങ്ങനെ അളിയന് കുറേ നേരം ബാക്കിലിരുന്ന് ബോറടിച്ചപ്പോൾ അളിയൻ ഇനി വണ്ടി ഓടിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത ചിക്കൻ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴി ഉമ്മ പറഞ്ഞു പച്ചക്കറി മേടിക്കണം. അങ്ങനെ പച്ചക്കറി മേടിക്കാൻ പച്ചക്കറി കടയിൽ നിർത്തി. അങ്ങനെ അവിടെ കുറേ നേരം പോയി. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പോയപ്പോൾ ജാനകി ഓടുകയാണ് ഗൈസ്. ജാനകി മരിച്ചു പണിയെടുക്കുകയാണ് ഗൈസ്. അതിൻ്റെ ഇടയ്ക്കാണ് മൂട്ടിൽ വെയിലടിച്ചാലും എണീക്കാത്തൊരു നാത്തൂനുള്ള കാര്യം ഞാൻ ഓർത്തത്. അങ്ങനെ നാത്തൂനെ പോയി വെറുപ്പിച്ചു. സമയം 1:59 അവൾക്ക് എണീക്കാൻ ടൈമായിട്ടില്ല, കുളിക്കുകയില്ല, പല്ലിയൊക്കെയില്ല. അങ്ങനെ വിഷു പ്രമാണിച്ച് നല്ല മുഴുത്ത ചിക്കൻ വറുത്ത് ഞങ്ങളടിച്ചു. ഫുഡ് എവിടെ കണ്ടാലും വന്നിരുന്ന് വായം പൊളിച്ചിരുന്ന് കഴിക്കുന്ന ഒരു അളിയനും എനിക്കുണ്ട് ഗൈസ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വെറുതെ ഇരിക്കുമ്പോൾ എൻ്റെ പൊണ്ടാട്ടി വന്ന് എന്നെ പൊന്നരിച്ച് കൊഞ്ചിക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത് സ്ഥിരമുള്ള പരിപാടിയാണ്. 5 മിനിറ്റിന് ശേഷം അതേ ഞങ്ങൾ തല്ല് പിടിച്ച് പിരിയുന്നതാണ് നിങ്ങൾ കാണാൻ പോകുന്നത് സുഹൃത്തുക്കൾ. അങ്ങനെ പോസ്റ്റ് വെച്ചിരുന്നപ്പോൾ അടുത്ത കലാപരിപാടി എന്തോ ഒപ്പിക്കുമെന്ന് ആലോചിച്ചപ്പോഴാണ് നാത്തൂൻ ഫേസ് പാക്ക് എന്ന ഐഡിയ കൊണ്ടുവന്നത്. എല്ലാവരും വെളുത്ത് തൊടുക്കും, വെളുത്ത് പാറും എന്നൊക്കെയാണ് അവൾ പറയുന്നത്. ഈ പോക്കിനാണ് അവളുടെ ഫേസ് പാക്ക് ഇടലുന്നുണ്ടെങ്കിൽ എന്തായാലും കുടുംബം വെളുക്കും, അത് ഉറപ്പാണ്. എന്തായാലും നമുക്ക് ആഫ്റ്റർ എഫക്ട്സ് കാണാം ഗൈസ്. അങ്ങനെ മുഖമൊക്കെ കഴിക്കഴിഞ്ഞ് ഞാനും എൻ്റെ അളിയനും സ്വന്തം സൗന്ദര്യം കണ്ണാടിയിൽ നോക്കി ഞങ്ങൾ തന്നെ പൊക്കി പറയുന്നതാണ് നിങ്ങളീ കാണുന്നത്. അങ്ങനെ സൗന്ദര്യ കലാപരിപാടികൾക്ക് ശേഷം ഞങ്ങൾ കുറച്ച് ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ ജ്യൂസ് കുടിക്കാനൊക്കെ വന്നിരുന്ന് കുറച്ച് സൊറയും വർത്താനൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ ഏത് ജ്യൂസ് പറയുന്നുള്ള കൺഫ്യൂഷനിലെ തർക്കമായിരുന്നു ആദ്യമൊക്കെ. അങ്ങനെ ഞങ്ങൾ 2 മാംഗോ ജ്യൂസും ഒരു ഗോവ ജ്യൂസും ഒരു ചിക്കു ജ്യൂസും പറഞ്ഞു ഗൈസ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ പൊണ്ടാട്ടി നിരാശയായിരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഞാനൊന്ന് പൊലിപ്പിക്കാന്ന് വിചാരിച്ചിട്ട് ഒന്ന് പൊലിപ്പിച്ചു ഗൈസ്. സുന്ദരിയായിട്ടുണ്ടല്ലോ. അതെ, ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ നലാക്കാത്ത് ഫ്രൂട്ട്സ്. പെയ്ഡ് പ്രൊമോഷൻ ഒന്നല്ല, വെറുതെ ഉള്ള പ്രൊമോഷനാണ്. 20 രൂപക്കൂടെ ജ്യൂസ് എടുത്തു. ദാരിദ്ര്യം ബാധിച്ചിരിക്കുന്നവർക്ക് ജ്യൂസ് കുടിക്കാൻ തോന്നുമ്പോ ഇവിടെ വന്ന് കുടിക്കാം. അതെ, അടക്കപ്പഴം വാങ്ങരുത്. അതെ, മാംഗോ ജ്യൂസ് വിത്ത് മിൽക്ക് 9 out of 10 കൊടുക്കാം നമുക്ക്. അപ്പൊ ഓക്കെ, ബൈ.